ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 9 ശ്ലോകം 10. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ഒടുവിൽ നമ്മൾ പറഞ്ഞു, ബ്രഹ്മാവ് ലോക സൃഷ്ടിക്ക് വേണ്ടത്ര തപശക്തിയും ബുദ്ധിശക്തിയും മനഃശക്തിയും ഭക്തിയും ഒക്കെ നേടി തയ്യാറായി കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ളത് എന്താണ്? ദിവ്യമായിട്ടുള്ള കയ്യിലുള്ളതെന്ന് വെച്ചാൽ ബ്രഹ്മാവിന് കാണാൻ സാധിക്കുന്നത് ഒരു ദിവ്യമായ താമരപ്പൂ മാത്രമാണ്. ആ താമരപ്പൂവിൽ നിന്നാണ് അദ്ദേഹം ഈ 14 ലോകങ്ങളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ പോണത്. അതിന് ഭഗവാന്റെ കടാക്ഷം കൂടിയേ കഴിയൂ, മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല എന്നറിയാം. നാഭിയിൽ കൂടി താമരയായി വന്നത് എന്തായിരുന്നു? തൊട്ട് മുമ്പത്തെ ആ പ്രളയകാലത്ത്, കൽപ്പാവസാനത്തിൽ പ്രളയമുണ്ടായപ്പോൾ സകല ചരാചരങ്ങളും എന്തൊക്കെ പ്രകൃതിയിലുണ്ടോ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം, പ്രപഞ്ചം തന്നെ ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവരും ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു സൂക്ഷ്മാണുക്കളായിട്ട് എന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ താമരമൊട്ടായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാവ് അതിൽ നിന്നും എടുത്തിട്ടാണ് സകല ലോകങ്ങളെയും സകല സൃഷ്ടികളെയും വീണ്ടും നടത്തുന്നത്. നമുക്ക് ശ്ലോകം വായിക്കാം. തവൈവ കൃപയാ പുന സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. വാക്കുകളുടെ അർത്ഥം നോക്കാം. തവ ഏവ കൃപയ, അവിടത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. തവ കൃപയാ ഏവ, അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ്. പുന, പിന്നീട് ബ്രഹ്മാവ് ചെയ്ത എല്ലാ പ്രവൃത്തികളും എന്തായിരുന്നു? സരസിജേ തേന ഏവ, സരസിജേന തേനൈവ. ആ സരസിജം, സരസിലുണ്ടാകുന്നത് താമര, ആ താമരപ്പൂ കൊണ്ട് തന്നെ, ആ ദിവ്യമായ താമരപ്പൂവിനെ വിഭജിച്ചിട്ട് തന്നെയാണ് സ, ആ ബ്രഹ്മാവ് പ്രകൽപ്യ ഭുവനത്രയും, 3 ലോകവും ത്രിലോകങ്ങളും സൃഷ്ടിച്ചത്. 3 ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങൾ, താഴെ എല്ലാം കൂടി 14 ലോകവും സൃഷ്ടിച്ച് എല്ലാം വേണ്ടതുപോലെ ചെയ്തത് ആ ഒരേ ഒരു ദിവ്യമായിട്ടുള്ള പത്മം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പ്രകൽപ്യ ഭുവനത്രയും, ത്രിലോകങ്ങളും സൃഷ്ടിച്ചിട്ട്. പ്രജാനിർമ്മിതൗ, പ്രജകളെ 84 ലക്ഷം തരം ചരാചരങ്ങളെ മുഴുവനും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. പ്രവവൃതേ എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടികർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു, തുടങ്ങി. ഗുരുമരുത്പുരാധീശ്വര, എൻ്റെ മുന്നിൽ ഞാൻ കാണുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ. തഥാവിധ കൃപാഭരോ, അതുപോലെ ആ ബ്രഹ്മാവിനോട് എങ്ങനെയാണ് കാണിച്ചത്? അത് മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശുഗനും നാരദനും എങ്ങനെയാണ് സഞ്ചരിക്കണേ, അതുപോലെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റണം. അവർക്ക് എത്ര ഭക്തിയുണ്ട്, അത്രയും ഭക്തി അവരോട് എന്ത് കാണിക്കണോ അതെന്നോടും കാണിക്കണം എന്നൊക്കെ അത്രയും അടുപ്പുള്ള ഒരാളുടെ പോലെയാണ് പറയാം. ഇവിടെ അതേപോലെ തഥാവിധ കൃപാഭരോ. അപ്പോൾ തവ കൃപയാ ഏവ എന്ന് പറഞ്ഞില്ലേ, അങ്ങയുടെ കൃപ കൊണ്ട് തന്നെയാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രവൃത്തി, ഈ സകല പ്രപഞ്ചത്തിനെയും മുൻപത്തെ പോലെ തന്നെ സൃഷ്ടിക്കുക എന്ന ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യം ബ്രഹ്മാവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരിത്തിരി കൃപ എന്നോടും കാണിച്ചുകൂടെ എന്നാണ്. തഥാവിധ കൃപാഭരോ, അത്രയധികം കൃപ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഗുരുമരുത്പുരാധീശ്വര ഗുരുവായൂരപ്പ. ത്വം ആശു പരിപാഹി മാം, എന്നെ രക്ഷിക്കണം. ആശു, കുറേ കഴിഞ്ഞിട്ടൊന്നും പറ്റില്ല, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആശു, വേഗം തന്നെ വേണം. ത്വം പരിപാഹി മാം, അങ്ങ് എന്നെയും രക്ഷിക്കുക തന്നെ വേണം. ഗുരുദയ ഊക്ഷിതൈരീക്ഷിതൈ, ഈക്ഷിതം എന്ന് പറഞ്ഞാൽ കടാക്ഷം, കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം. ഊക്ഷിതം എന്ന് പറഞ്ഞാൽ ആർദ്രം. ഗുരുദയ ഊക്ഷിതൈ, അങ്ങേക്ക് വലിയ കാരുണ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മുൻപും പറഞ്ഞില്ലേ, ശ്രുതികളും
വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അവിടുത്തെ മാഹാത്മ്യം, അവിടുത്തെ കൃപയുടെ പ്രാധാന്യം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഗുരുദയ ഊക്ഷിത, ആ വലിയ കൃപ കടാക്ഷം കൊണ്ട്, വലിയ കൃപയാൽ ഊക്ഷിതമായിട്ടുള്ള, കുതിർന്നിട്ടുള്ള, ആർദ്രമായിട്ടുള്ള ഈക്ഷിതൈ, ആ കടാക്ഷം കൊണ്ട് ആശു മാം പരിപാഹി, വേഗം തന്നെ എന്നെയും രക്ഷിക്കണേ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ബ്രഹ്മാവിന് പോലും തവ കൃപയാ ഏവ ആണ് സൃഷ്ടി ചെയ്യാൻ സാധിച്ചത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ ഉണ്ടായിട്ടും ദേവന്മാരുടെ പ്രജാപതിയായിട്ട് പോലും ബ്രഹ്മാവിന് സാധിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് സാധിച്ചത്? ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം. അതുപോലെ അങ്ങനെയുള്ള ആ കൃപ കൊണ്ട് എനിക്കും സാധിക്കുള്ളൂ. എനിക്കും കുറേ ജ്ഞാനമൊക്കെ ഉണ്ട്, വ്യാകരണം അറിയാം, തത്വങ്ങളൊക്കെ അറിയാം, സകല ശാസ്ത്രങ്ങളും എനിക്ക് കാണാതെ അറിയാം, പണ്ഡിതനാണ്, ജ്ഞാനിയാണ്. പക്ഷേ ഭൗതികമായിട്ടുള്ള അറിവ് പോരല്ലോ. ഓരോ കാര്യം ചെയ്ത് അത് ജയിക്കണമെങ്കിൽ ഭഗവാന്റെ കടാക്ഷം തന്നെ വേണം. പ്രത്യേകിച്ചും ആധ്യാത്മിക പാതയിൽ മുന്നേറാൻ. അതാണ് ഒരു ജീവനെ ലക്ഷ്യത്തോടെ അടുപ്പിക്കണത് അല്ലോ, ലക്ഷ്യത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അല്ലാതെ പുനരഭിജനനം, മരണം അങ്ങനെ ജീവിച്ച് മരിച്ചാൽ മതി. ഈ മനോഹരമായിട്ടുള്ള ലോകത്തിൽ ഇനിയൊരു ജന്മം കൂടി എനിക്ക് വേണം എന്ന് പറയുന്നവർക്ക് ഭഗവാന്റെ കൃപയില്ലെങ്കിലും ചിലപ്പോൾ സാധിച്ചു വയ്ക്കാം. പക്ഷേ ഭഗവാനോട് അടുക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ തന്നെ വേണം. അതാണ് എന്നോടും കുറച്ച് അനുഗ്രഹം, ദയ, കൃപ തരണേ ഭഗവാനെ എന്ന് പറയുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, വ്യാകരണം പഠിപ്പിക്കുന്ന ഗുരുവിനോട് ശിഷ്യൻ തെറ്റിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറയുക ശങ്കരാചാര്യർ, ഇത്രയും വയസ്സായി, ഇത്ര ലോകപരിചയമുണ്ട്, എന്നിട്ടും ഈ ഡുക്രിഞ്ഞുകാരനെന്നും പറഞ്ഞ് വ്യാകരണ നിയമങ്ങൾ പഠിപ്പിക്കാതെ ഭജ ഗോവിന്ദം എന്ന് പറഞ്ഞില്ലേ, ഗോവിന്ദനെ ഭജിക്കൂ. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരൊക്കെ എന്തെന്നാ വിളിക്കണേ? മൂഢമതേ, വിഡ്ഢികളാണ് നിങ്ങൾ. ഇത്രയും നല്ല മനുഷ്യജന്മം ലഭിച്ചിട്ടും ബുദ്ധി ഭഗവാൻ തന്നിട്ടും അതുപയോഗിക്കാതെ വീണ്ടും ഈ ഭൗതിക കാര്യത്തിൽ വ്യാകരണം പഠിക്കുക, ജീവിതം നന്നാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ സമ്പത്ത് നേടുക, അതിന് നിൽക്കുന്നവരെ മൂഢമതേ എന്നാണ് വിളിച്ചേക്കുന്നത്. ഇവിടെ മേൽപ്പത്തൂരിന് മനസ്സിലായിട്ടുണ്ട് ഭഗവാനോടടുക്കാൻ ഇതൊന്നുമല്ല വേണ്ടത്, ഭഗവത് കാരുണ്യം മാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പറയണത്, ഇത്രയും വലിയ കാര്യത്തിന് ആ ബ്രഹ്മാവിനെ അങ്ങ് ഒരു കടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ചില്ലേ, അപ്പോൾ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എൻ്റെ ഈ രോഗം മാറ്റാൻ എന്ന പോലെ അത്രയും അടുപ്പമുള്ള ഒരാളോട് പറയണത് പോലെയാണ് ഇവിടെ ഭഗവാനോട് പറയണത്. എന്നെ നോക്കണം കേട്ടോ, എൻ്റെ അസുഖവും മാറ്റിത്തരണേ എന്ന് പറയാണ്. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. തവൈവ കൃപയാ പുന സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വം ആശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അപ്പം ഈ 9ാമത്തെ ദശകമൊന്നും ചുരുക്കി പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ ബ്രഹ്മാവ് തൻ്റെ ഇരിപ്പിടമായിട്ടുള്ള താമരപ്പൂവ് എവിടെ നിന്നാണ് ഉണ്ടായത് എന്നറിയാൻ ചുറ്റും നോക്കി. അപ്പോൾ ദിവ്യങ്ങളായിട്ടുള്ള 4 മുഖങ്ങളും വിടർന്ന 8 കണ്ണുകളും ഉണ്ടായി. അങ്ങനെ ചതുർമുഖൻ എന്ന പേരും ലഭിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും താമരപ്പൂവിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ നിസ്സഹായനായല്ലോ എന്ന് ബ്രഹ്മാവ് ദുഃഖിച്ചു. എന്നാലും പ്രയത്നം വേണ്ടാന്ന് വെച്ചില്ല, ഭഗവാനെ ആശ്രയിക്കാനും തോന്നിയില്ല. താമരനാളത്തിലൂടെ 100 വർഷം തിരഞ്ഞു നോക്കി, പുറത്ത് വന്ന് അടുത്ത നാളത്തിൽ കൂടെ അങ്ങനെയൊക്കെ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ മെല്ലെ ബോധം ഉദിച്ചു. പഴയ സ്ഥാനത്ത് വന്നിരുന്ന് ഭഗവാനെ പുറത്തല്ല തിരയേണ്ടത്, തൻ്റെ ഉള്ളിലാണ് എന്ന സത്യം മനസ്സിലാക്കി. അങ്ങനെ പിന്നെ 100 ദിവ്യവർഷം സമാധി അവസ്ഥയിൽ